നീ പറയൂടാ അങ്ങനെ? പ്രിയപ്പെട്ടവരെ ഷെയ്ക്കൻഡും തരാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. എനിക്ക് ഇത്തിരി സാവകാശം തരണം. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ എങ്ങോട്ടും ഓടി പോണ ആളല്ല. സുഹൃത്തുക്കളെ, കുട്ടികളെ കാണാനില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. ആയിഷ ഫിദ 11 വയസ്സ്, അറിയ മിസ്സിംഗ് ആണ്, ബിൽറ്റ ഇസ് മിസ്സിംഗ്, മുഹമ്മദ് ഷാഹിൽ ഇസ് മിസ്സിംഗ്. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിരിപ്പ് ഉണ്ടാവില്ലേ? അത് പറഞ്ഞോട്ടെ പ്ലീസ്. മഹത്തായ ചിന്താഗതി. ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ പറഞ്ഞു. അവരെ കാത്ത് ഉണ്ടോ? ഉണ്ടോ? ഫ്രഷ് തമാശ ആരാടാ പറഞ്ഞു? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ്. ഓണം കെട്ടവനെ എഴുന്നേക്കടാ, എഴുന്നേക്കടാ പട്ടി. ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാവും. പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. എടാ ചാണ്ടിയേ, നീ അകത്ത് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അവനോട് ഞാൻ സംസാരിക്കാം. ആതിര, ആതിര അതാരാണ്? നശ്വ. നിന്റെ അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ? എടാ എംബോക്കി, നിന്റെ അമ്മയുടെ തറവാട് ചരിത്രം മുഴുവൻ ഞാൻ അങ്ങോട്ട് വായിച്ചു തുടങ്ങണോ? നിന്റെ അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഒരാള് കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. പഞ്ചവർണ്ണ പൊണ്ണാണുണ്ടോ എനിക്ക്? പോറും കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇടയ്ക്ക് വരണം. ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. നിന്റെ മുഖം ഞാൻ മറക്കൂല. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.